എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഉള്ളിൽ വെക്കാനുള്ളതല്ല. ഗീവ് യുവർ ലവ്, എക്സ്പ്രസ് യുവർ ലവ് വിത്ത് യുവർ കിഡ്സ്. കുട്ടികളെടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുക. അത് എത്ര ഏജ് ആയിക്കോട്ടെ, അത് ഇന്ന ഏജ് ഒന്നുമില്ല. ഇത്ര ഏജിൽ അവര് സ്നേഹം കഴിഞ്ഞു, കല്യാണം കഴിച്ചു, ഇനി സ്നേഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല. ചെറുപ്പകാലം മുതലേ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക. ഫാദർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫാദർ ആണ്, ഐ വോണ്ട് ദിസ് ക്വാളിറ്റി, ഞാൻ ഇത്ര പിടിച്ചു നിൽക്കണം എന്നുള്ളതല്ല. ഫാദർ എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ഒരു വാപ്പയായി മാറണം. ഒരു ഉമ്മ എന്ന് പറയുന്നത് അൽ ഉമ്മ മദ്രസത്ത് എന്ന് പറയാറുണ്ട്. ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വിദ്യാലയമാണ്, സ്കൂളാണ് കുട്ടിയുടെ വിദ്യാലയം എന്ന് പറയുന്നത്. ഒരു ഉമ്മ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുത്ത് ഒരു സ്വഹാബത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഇറ്റ് വാസ് മദർ, സെക്കൻഡ് വൺ ഇറ്റ് വാസ് മദർ, തേർഡ് വൺ ഇറ്റ് വാസ് മദർ, ഫോർത്ത് വൺ ഇറ്റ് വാസ് ഫാദർ. അത്രയും ഇമ്പോർട്ടൻസ് അവിടെ മദറിനും ഫാദറിനും കൊടുക്കുന്നുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പ്രസ് യുവർ ലവ്. കുട്ടികളുടെ അടുത്ത് സ്നേഹം കൊടുക്കുക. ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സ്നേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്ന് സ്നേഹം കിട്ടിയാലും ആ മക്കൾ അതിലേക്ക് ചായഞ്ഞു പോകും. ഞാൻ ഉറപ്പാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രണയത്തിൽ പോകുന്ന എത്ര കുട്ടികളായിക്കോട്ടെ,